പത്തനംതിട്ടയിൽ ഒരു ബാംഗ്ലൂർ റോഡുണ്ട്. പത്തനംതിട്ടയിൽ അപ്പോൾ ബാംഗ്ലൂർ റോഡിലേക്കാണ് നമ്മുടെ യാത്ര. ഇനി വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ആ ബാംഗ്ലൂർ റോഡിൻ്റെ വിശേഷങ്ങളാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് പിന്നുള്ള ബോർഡ് കാണുമ്പോൾ ആരാധകർ വിചാരിക്കും ഞാനുള്ളത് ബാംഗ്ലൂരിലാണെന്ന്. പക്ഷേ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട ജില്ലയിലാണ്, ആറന്മുള ഗ്രാമപഞ്ചായത്തിലാണ്. കല്യാണ ഫോട്ടോഷൂട്ടുകാരുടെയും റീൽസ് എടുക്കുന്നവരുടെയും പ്രധാന ലൊക്കേഷനാണിപ്പോൾ ബാംഗ്ലൂർ റോഡ്. ആറന്മുള നീർവിളാക്കത്താണ് വൈബുള്ള ഈ സ്ഥലം. ഇരുവശത്തും കണ്ണെത്താ ദൂരം നീണ്ട പാടം, പാടത്ത് പറന്നു നടക്കുന്ന കൊക്കുകൾ, ഇരിക്കാൻ ബെഞ്ചുകൾ, ആടാൻ ഊഞ്ഞാൽ, സെൽഫി പോയിന്റ്, ഇതൊക്കെ ആസ്വദിക്കാൻ തലമുറ ഭേദമില്ലാതെ നാട്ടുകാരും, ഒപ്പം റീൽസും ഫോട്ടോയും എടുക്കാൻ എത്തുന്ന പിള്ളേരും. ആകെ മൊത്തത്തിൽ ആഘോഷമാണ് ബാംഗ്ലൂർ റോഡിൽ. ഇവിടെ സ്ഥലം കാണാനെത്തിയ ആരോ ഒരു വിളിപ്പേരായിട്ടിട്ടതാണ് ബാംഗ്ലൂർ റോഡ്. ബാംഗ്ലൂരിൽ ചെന്നാലും ഇത്തരത്തിൽ സൈഡിൽ മരങ്ങൾ നിൽക്കുന്ന റോഡുകൾ കാണാൻ കഴിയും. അങ്ങനെ അത് കണ്ട് ആരോ ഇവിടെ വന്ന് അങ്ങനെ ഒരു പേരായിട്ട് ഇത് മാറി. ഇപ്പോൾ ഇത് ഒഫീഷ്യലി ബാംഗ്ലൂർ റോഡ് എന്ന രീതിയിൽ അറിയപ്പെടുന്നു, പഞ്ചായത്തിൻ്റെ മറ്റ് രേഖകളിൽ ഉൾപ്പെടെ. ഒരു വർഷം മുമ്പ് വരെ ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്ന ഇടമായിരുന്നു. നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെ മാറ്റിമറിച്ചത്. ഒപ്പം പഞ്ചായത്തും കട്ടയ്ക്ക് തന്നെ അങ്ങ് നിന്നു. ഞങ്ങൾ പത്തനംതിട്ട വരെ വന്നതാണ്. അപ്പോൾ ഇത് സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അടിപൊളി സ്ഥലമാണ്, ഇഷ്ടപ്പെട്ടു. വൈകുന്നേരങ്ങളിലാണ് ബാംഗ്ലൂർ റോഡിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുന്നത്. ഇവിടുത്തെ അന്തരീക്ഷം തന്നെയാണ് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. എടാ, ബാംഗ്ലൂർ റോഡൊക്കെ എങ്ങനെയുണ്ട്? വൈബാണോ? അടിപൊളി, നൈസാ, അടിപൊളി സ്ഥലം. ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സ്ഥലമാണ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. നമ്മുടെ ഒരു കിളികളുടെ ശബ്ദം, ഒരു നേച്ചറൊക്കെ നല്ല എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇനി ഫോട്ടോഷൂട്ട് നടത്താനും റീൽ എടുക്കാനും വേറെ എങ്ങോട്ടും ഓടിപ്പിടിച്ചു പോകണ്ട. പത്തനംതിട്ടയിലെ ബാംഗ്ലൂർ റോഡിലേക്ക് നേരെ വിട്ടുപിടിച്ചോ. നല്ല സ്പോട്ടാണ്, പൊളി സ്ഥലമാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എബി ജയശങ്കർ, 24 പത്തനംതിട്ട. നല്ല മനോഹരമായ റോഡും ഭംഗിയുള്ള സ്ഥലങ്ങളും. അപ്പോൾ നമ്മുടെ സഞ്ജയ് ഇക്ബാലാണ് അത് പകർത്തിയത്. അത് ആ ക്യാമറയ്ക്കും ഒരു അഭിനന്ദനം പറയാതെ വയ്യ. നമുക്ക് ഇതുപോലെ പോകണം എന്ന് തോന്നുന്നു അല്ലേ, ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ. നന്നായിട്ടുണ്ട്. നമ്മുടെ കുറേ പ്രേക്ഷകരും അത് കണ്ടിട്ട് സ്വന്തം ജില്ല പോലും ഇതുവരെ മുഴുവനും കാണാത്ത ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുജാതയൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞങ്ങളുടെ ജില്ലയുടെയും അയൽ ജില്ലയാണ് പത്തനംതിട്ട. പക്ഷെ എന്നിട്ടും എനിക്കിങ്ങനെ ഒരു റോഡിനെ പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ആരാധികയായ ജയശങ്കറിന്റെ ആരാധികയായ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, അത് എവിടെയാണ് ഈ ബാംഗ്ലൂർ റോഡ്. ഞാൻ വിചാരിച്ചേ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയുടെ അടുത്താണ്, അതുകൊണ്ട് അത് ഭംഗിയുണ്ട് എന്ന് പറയാൻ പറ്റുമെന്ന്. അങ്ങനെയുണ്ട്. പറഞ്ഞതിലൊരു കാര്യമുണ്ട്, നമ്മൾ കേരളം മുഴുവനൊന്നും ആരും കാണാറില്ല. ശരിക്കും നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലേക്കാണ് പോവുക അല്ലേ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ നോക്കും. നമ്മുടെ നാട് നല്ല ഭംഗിയുള്ളതാണെന്ന് ഇതുപോലുള്ള കാഴ്ചകൾ കാണിക്കുന്നു. ഇനിയും ഇതുപോലുള്ള സെഗ്മെന്റ്സ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.